മേഖലയിൽ അതായത് നിർമ്മാണം നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ശരിക്കൊന്ന് കാണണം, ശരിക്കും കേൾക്കണം. ഇപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിനത് പിന്നെ കുറേ ആൾക്കാരെ പറ്റി നമുക്ക് പറയാണ്ട് എന്ന് പറഞ്ഞാണ്ട്. ഒന്ന് പറയാനുള്ളത് നമുക്ക് എന്താ സംഭവം വെച്ചാൽ പടവ്, തേപ്പ്, കോൺക്രീറ്റ്, പ്ലംബിങ്, വയറിങ്, ഇതാണ് നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 5 ഘടകങ്ങൾ. അതിൽ പടവേർക്ക് സമയം കൊടുക്കും, തേപ്പേർക്കും സമയം കൊടുക്കും, വാർപ്പിന് സമയം കൊടുക്കും. ഇതിൻ്റെ അടിയിലൊക്കെ കിടന്ന് ഇത് ചെയ്യാനുള്ളതാണ് പ്ലംബിങ്, വയറിങ്. ഇതിന് സമയം കിട്ടില്ല. അതായത് സ്ട്രക്ചർ വർക്ക് തുടങ്ങിയ അന്ന് വാർപ്പിടാനായ അന്ന് വൈകുന്നേരം വിളിച്ചാണ്ട് അറിയുന്നത് നാളെ പൈപ്പ് ഇടണം കേട്ടോ അറിയും. അതിന് നമുക്ക് സമയം കിട്ടില്ല. ഇനിയിപ്പോൾ കുറേ കൊല്ലം ഒരു 6 മാസമൊക്കെ തേക്കാതെ കിടന്നിട്ടുണ്ടാവും. തേക്കാതെ കിടന്ന സംഗതി നമ്മളൊരു ഇപ്പോൾ വയറിങ്ങിന് വരേണ്ടിയെന്ന് പറഞ്ഞിട്ട് നാളെ നമ്മൾ വെട്ടിപ്പൊളി തുടങ്ങിയെന്ന് വെട്ടിക്കോ, 3-ാമത്തെ ദിവസം വന്നു കണ്ടറിയും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നമ്മളങ്ങനെ പണി ഉണ്ടാവും. 3 ആളെ പണി ഉണ്ടാവും. പ്രഷർ ഇങ്ങനെ കൂട്ടും. അപ്പോൾ നമ്മളൊക്കെ അതിനനുസരിച്ച് എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. ബാത്റൂം ടൈലൊക്കെ ബാത്റൂമിൻ്റെ നമ്മളെ കൺസീൽഡ് വർക്ക് കഴിഞ്ഞ് അതുവരെ അങ്ങനെ കിടക്കാവും. ബാത്റൂമൊക്കെ നമ്മളാണ്ട് കയറിയാൽ അപ്പം വരും ടൈലർ കാത്ത് കേട്ടാന്ന് പറയും. ടൈലർ കാത്തുക്കാണ് ഇതന്നെ. വയറുവലി തുടങ്ങിയാൽ പറയും പെയിൻറ്റിങ്ങേർ കാത്തുക്കാണ് കുടിയിരിക്കാനായിക്കണ്. നമുക്കൊരു സമയം കിട്ടില്ല. ഇല്ല അങ്ങനെ തന്നെയല്ല എല്ലാ സൈറ്റിലും ഉണ്ടായാലും ഒരു സമയമുണ്ട്. അപ്പോൾ നിർമ്മാണ മേഖല അതായത് വീടോ ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വയറിങ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ വയറിങ് എന്ന് പറയുന്നത്. അതിന് സമയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. കാരണം അത് ശ്രദ്ധ പോവും, ഫാൾട്ട് ഒക്കെ ഉണ്ടാവും. അതായത് ഒട്ടിക്കാൻ മറക്കുക, അതൊക്കെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമുക്കൊക്കെ പ്രശ്നമായി കാണും. അപ്പോൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ സമയം വയറിങ്ങിനും പ്ലംബിങ്ങിനും കൊടുക്കാൻ ശ്രമിക്കും. അതിൻ്റേതായ വൃത്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സമയം വേണം. അതെ, മറ്റെന്താ പറയുക, ഭയങ്കര പ്രഷറായി കാരണം പൊട്ടി തെറിച്ചിട്ട് അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ സമയം കൊടുക്കണം കേട്ടോ. എല്ലാവരും നിർമ്മാണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആരായാലും പ്ലംബിങ്ങിനും വയറിങ്ങിനും അതിൻ്റേതായ സമയം കൊടുക്കണം, അത്യാവശ്യമാണ്.